ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്ത മെമ്പറെ? ചേച്ചി ഭയങ്കര തിരക്കായിപ്പോയി. ഞാൻ കോള് കണ്ടായിരുന്നു. തിരക്കൊക്കെ ഒന്നിട്ട് ചേച്ചി വിളിക്കാന്ന് വിചാരിച്ചു. അല്ല, എന്താ ചേച്ചി വിളിച്ചത്? ഒരു വാർഡ് മെമ്പർ വാർഡിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തണ്ടേ? ചേച്ചി കാര്യം പറ. ഞങ്ങളുടെ വീട്ടിലെ ഹിറ്റ്ലർ പൂച്ച അറിയാവോ? ഹിറ്റ്ലർ പൂച്ച എന്റെ പൂച്ചയുടെ പേരാ. അത് ഈ എലിയെ പിടിച്ച് ആലുവ അടുപ്പിന്റെ കുഴൽ വാലെ തൂക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലും. പണ്ട് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ആൾക്കാരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന പോലെ അങ്ങനെ കിട്ടിയതാ അവന് ഹിറ്റ്ലർ എന്ന പേര്. അപ്പൊ എന്താന്ന് വെച്ചാ എന്റെ ഹിറ്റ്ലർ പൂച്ച ഇന്നലെ ചത്തു. ഇന്നലെ രാത്രി 7 മണിക്ക്. പക്ഷേ അതെന്റെ വീടിന്റെ ഗേറ്റിന്റെ വെളിയിൽ കിടന്നാ ചത്തത്. ചേച്ചി, നിങ്ങളുടെ വീട്ടിലെ പൂച്ച ചത്തതിന് ഞാൻ എന്താ വേണം? മെമ്പറെ, ഇനിയാണ് ഞാൻ പറയുന്ന റിയാലിറ്റി. പൂച്ച വേച്ചു വരുന്നു, ഗേറ്റിന് വെളിയിൽ ഇറങ്ങുന്നു, ജസ്റ്റ് പഞ്ചായത്ത് റോഡിൽ വീഴുന്നു, ചാകുന്നു. എന്റെ വീടിന്റെ തൊട്ട് മുമ്പില് എന്റെ ഹിറ്റർ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി, അത് എന്നോട് പറഞ്ഞിട്ട് എന്തോ കാര്യമോ? അതിനെടുത്ത് കുഴിച്ചിട്. ഇപ്പൊ പൂച്ച പഞ്ചായത്ത് റോഡില. എവിടെ? പഞ്ചായത്ത് റോഡില്. ഒരു നെല്ലട മാറിയെന്നെങ്കിൽ എന്റെ ടൈലേ കിടന്നേനെ. ഇതിപ്പൊ അതിന്റെ വാല് പോലും എന്റെ ടൈലേ മുട്ടിട്ടില്ല. അതുകൊണ്ട് മെമ്പർ ആളിനെ വിളിച്ചത് കുഴിച്ചിടണം. നിങ്ങളുടെ വീട്ടിലെ പൂച്ച ഇന്നലെ രാത്രി 7 മണിക്ക് നിങ്ങളുടെ വീടിന്റെ മുമ്പ് ചത്തു വീണിട്ട് ഇതുവരെ അതിനെ കുഴിച്ചിടാന്ന് എന്നെ തിരക്കി വന്നിട്ട് എന്തോ കാര്യം? ഞാൻ കുഴിച്ചിട്ടേനെ, പക്ഷെ പഞ്ചായത്ത് റോഡായിപ്പോയില്ലയോ? അല്ല, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ തന്നല്ലേ? ആ, തൊട്ട് മുന്നിൽ. എന്റെ പൊന്നി ചേച്ചി ഒന്നിൽ അതിനെ എടുത്ത് കുഴിച്ചിട്, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് കുഴിച്ചിടിപ്പിഴി, അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് നാറും. നിങ്ങൾക്ക് തന്നെ അതിന്റെ ദോഷം. മെമ്പർ വന്ന് കുഴിച്ചിടണം, അല്ലെങ്കിൽ മെമ്പർ ആരെങ്കിലും വിളിച്ച് കുഴിച്ചിടിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ലൈവ് ഇടും നിങ്ങളുടെ അനാസ്ഥ കാണിച്ച്. നിനക്കൊക്കെ വോട്ടൊന്നും ജയിപ്പിച്ചതേ ഓരോ കാര്യങ്ങൾ പറയുമ്പോ കൈവലത്തി കാണിക്കാനല്ല. പൂച്ച എന്റെ പൂച്ച തന്നെ അത്. പക്ഷെ അതിപ്പോ കിടക്കുന്ന പഞ്ചായത്ത് റോഡില്ല. അത് അവിടെ കിടന്ന് നാറാതെ വേണ്ടത് ചെയ്തോണം. ഇല്ലെങ്കിൽ ഞാൻ ലൈവ് ഇടും, മെമ്പർ പെടും. എന്റെ പൊന്നു മാലിന്യ ചേച്ചി, നിങ്ങളുടെ വീട്ടിലൊരു ഒറ്റ വോട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതെനിക്കറിയാം. പിന്നെ ഞാൻ നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ ആവുന്ന പോലെ ശ്രമിക്കുന്നുണ്ട്. വീടിന്റെ മുന്നിൽ പുല്ല് എത്താനും വീടിന്റെ മുമ്പിൽ ചത്തു കിടക്കുന്ന പട്ടിയും പൂച്ചയൊക്കെ കുഴിച്ചിടാനും ഇങ്ങനെ ഒന്ന് കൽപ്പിക്കരുത്. പിന്നെ പഞ്ചായത്ത് മെമ്പർമാരെന്ന് പറയുന്നതേ ആരുടെയും വീട്ടിലെ വേലക്കാരൊന്നുമല്ല. നീ ലൈവ് ഇടുമല്ലേ? നീ എന്നെ പെടുത്താൻ നോക്കുമല്ലേ? നിന്റെ വീട്ടിലെ പൂച്ച നീ കുഴിച്ചിടണം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് കുഴിച്ചിടിപ്പിക്കണം. 1/2 മണിക്കൂറിനകം നീ അതിനെ കുറിച്ചിട്ടില്ലെങ്കിൽ നിനക്കെതിരെ ഞാനൊരു പോസ്റ്റ് ഇടും. നിന്റെ നെടുന്തൂണളവ്.